എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാചകവാതക ക്ഷാമവും വിലവർധനവും നേരിടാൻ ബദൽ മാർഗവുമായി KSEB ഗ്യാസിന് ഇപ്പോഴും ഭാവിയിലും ഉണ്ടാകുന്ന ക്ഷാമവും അതുപോലെ തന്നെ വിലവർധനവും ഒന്നും പേടിക്കേണ്ട ആവശ്യം ഇല്ല. പാചകം അടക്കമുള്ള എന്ത് വൈദ്യുതി ആവശ്യത്തിനും ഇഷ്ടം പോലെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ വൈദ്യുതി ബില്ലിനെയും പേടിക്കേണ്ടി വരില്ല. പറഞ്ഞു വരുന്നത്, പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോഴും അപേക്ഷകൾ നൽകാവുന്നതാണ്. സൂര്യഘർ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 2 ലക്ഷം സൗരോർജ നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ് എന്ന് KSEB ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വീടിന് മുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സബ്സിഡി നേരിട്ട് ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുക. കുറഞ്ഞ നിരക്കിൽ ജാമ്യമില്ലാത്ത ബാങ്ക് വായ്പകളും ലഭ്യമാണ്. അനായാസം അപേക്ഷിക്കാൻ കഴിയും. അതിവേഗം അനുമതിയും നേടാം. ചുരുക്കി പറഞ്ഞാൽ 1 പൈസ പോലും ആദ്യം അടക്കാതെ തന്നെ സോളാർ സ്ഥാപിക്കാൻ കഴിയും. നമുക്ക് ഇപ്പോൾ വരുന്ന കറണ്ട് ബില്ല് ഗഡുക്കളായി നമ്മുടെ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റിലേക്ക് അടച്ച് നൽകിയാൽ മതി. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള സബ്സിഡിയും നമുക്ക് വന്നിട്ടുള്ള ആകെ ചിലവിൽ കുറഞ്ഞു കിട്ടും. അത് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് ചെയ്യുക. എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ബോർഡ് അറിയിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1 കിലോവാട്ട് നിലയത്തിന് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ട് വരെ പരിധിയുള്ളതിന് 78,000 രൂപ എന്ന നിരക്കിലാണ് സബ്സിഡി ലഭിക്കുക. ഗ്രൂപ്പ് ഹൗസിംഗ്, റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്ക് EV ചാർജിംഗ് ഉൾപ്പെടെയുള്ള പൊതു ആവശ്യങ്ങൾക്കായി 1 കിലോവാട്ടിന് 18,000 എന്ന കണക്കിൽ കൂടുതൽ കിലോവാട്ടിന് സബ്സിഡി ലഭിക്കും. പരമാവധി 500 കിലോവാട്ടിന് വരെ, അതായത് ഒരു വീടിന് മുകളിൽ 3 കിലോവാട്ട് എന്ന നിലയ്ക്കിൽ സബ്സിഡി ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് www.pmsuryaghar.gov.in എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം. അക്ഷയ CSC കേന്ദ്രങ്ങളിലെത്തിയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 94 96 01 86 70 എന്ന നമ്പറിലോ 94 96 26 66 31 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് എന്നും KSEB ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് സോളാർ സ്ഥാപിക്കുകയാണ് എങ്കിൽ വലിയ പേടിയില്ലാതെ വൈദ്യുതി ഉപയോഗിക്കാം, കറണ്ടിന് പാചകം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും വലിയൊരു കാര്യം. പാചകം തന്നെയാണ്. അപ്പോൾ കറണ്ട് ഉപയോഗിച്ച് പാചകം ചെയ്യാം. നമുക്ക് പാചകത്തിന് ഏത് അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കാം. മാത്രമല്ല, AC ഉൾപ്പെടെ, ഈ ചൂടിന് AC ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ നിലനിൽക്കാം. കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ സബ്സിഡി ഇങ്ങോട്ട് ലഭിക്കുന്ന സഹായത്തോടു കൂടിയും ഈടില്ലാതെ വായ്പയോടുകൂടിയും ഇത് സ്ഥാപിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇതിന് താല്പര്യം ഉള്ള ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ തൊട്ടടുത്തുള്ള KSEB സെക്ഷൻ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.